ഇന്ന് ഞാൻ ഇവിടുത്തെ ഒരു സ്പെഷ്യലായിട്ടുള്ള വിഭവമാണ് കേട്ടോ കാണിക്കുന്നത്. ഇതിന് നമ്മൾ ഉപ്പും പുളിയും ഉടച്ചത് എന്ന് പറയും. അതിൻ്റെ ഒരു കാരണം എന്താ വെച്ചാൽ ഇത് ഉടച്ചിട്ടാണ് ചെയ്യണത്. കായ തന്നെ, അതായത് പച്ചക്കായ അല്ലെങ്കിൽ നേന്ത്രക്കായ നമ്മൾ ഇതുവരെ കാണാത്തൊരു രീതിയിൽ ഒരു കട്ടി ചട്നി പോലെ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. വളരെ സിമ്പിളാണ്, പക്ഷേ നല്ല സ്വാദുമാണ്. വേറെ ഒന്നുമില്ലെങ്കിലും ഇത് മാത്രം മതി കൂട്ടി ഊണ് വയ്ക്കാനായിട്ട്. അപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. ഒരു വലിയ നേന്ത്രക്കായയാണ് നമുക്ക് വേണ്ടത്. ഇത് തൊലി കളഞ്ഞതിന് ശേഷം ചെറുതായിട്ടൊന്ന് നുറുക്കിയെടുക്കണം. ഇതുപോലെ തൊലി ഒന്ന് ചീന്തിയതിന് ശേഷം മെഴുക്കുവരട്ടിക്കൊക്കെ നമ്മൾ നുറുക്കുന്നത് പോലെ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കാം. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള കായയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. മഞ്ഞൾപ്പൊടിയോ ഉപ്പൊന്നും ചേർക്കേണ്ട കാര്യമില്ല. ഇനി നമുക്ക് വറുക്കാൻ വേണ്ടിയിട്ട് എരിവിന് 4 വറ്റൽമുളകും 1.5 ടേബിൾ സ്പൂൺ അളവിൽ ഉഴുന്നുമാണ് വേണ്ടത്. ഉഴുന്ന് നല്ലോണം ബ്രൗൺ നിറം ആവുന്നത് വരെ ഇതൊന്ന് വറുത്തെടുക്കണം. ഇനി നമുക്ക് അരച്ചെടുക്കണം. തേങ്ങ ഒരു ചെറിയ മുറി തേങ്ങയാണ് ആവശ്യം. അപ്പം ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് പൂളാക്കിയിട്ടാണ് തേങ്ങ എടുത്തിരിക്കുന്നത്. തേങ്ങ വറക്കേണ്ട ആവശ്യമില്ല, പച്ചയ്ക്കാണ് ചേർക്കണത്. പച്ച തേങ്ങയുടെ കൂടെ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള ഉഴുന്നും അതുപോലെ വറ്റൽമുളകും ചേർത്തിട്ടുണ്ട്. ഇനി കായപ്പൊടി, കായം വറുക്കേണ്ട ആവശ്യമില്ല കേട്ടോ, പച്ചയ്ക്കാണ് ചേർക്കേണ്ടത്. 1/2 ടീസ്പൂൺ അളവിൽ കായപ്പൊടി. പിന്നെ പുളി, ഒരു നെല്ലിക്ക വലിപ്പത്തിൽ പുളി. ഇത് പുളിയുള്ള കൂട്ടാനാണ്, അതുകൊണ്ട് തന്നെ പുളി അത്യാവശ്യം വേണം. ഇതെല്ലാം കൂടി ആദ്യം ഒന്ന് കറക്കിയെടുത്തതിന് ശേഷം വെള്ളം ഒഴിച്ചിട്ട് മിനിമിനാന്ന് അരച്ചെടുക്കാം. മിക്സിയുടെ ചെറിയ ജാറാണ് ഞാൻ എടുത്തിരുന്നത്. അപ്പോൾ അതിൽ കായയുടെ കഷ്ണം കൂടി ചേർത്ത് അരയ്ക്കാനായിട്ട് പറ്റാത്തത് കൊണ്ട് ഞാൻ വലിയ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. നേരത്തെ നമ്മൾ അരച്ചു വെച്ചതുണ്ടല്ലോ, ശരിക്കും എങ്ങനെയാണ് വേണ്ടത് വെച്ചാൽ ആ അരച്ചതിലേക്ക് തന്നെ ഈ വേവിച്ച കായയുടെ കഷ്ണം കൂടി ചേർത്തിട്ട് അരച്ചെടുക്കുക, അങ്ങനെയാണ്. അപ്പോൾ എനിക്കത് ചെറിയ ജാറാണ്, അതിൽ സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാൻ വലിയ ജാറിൽ ഇതെല്ലാം കൂടി അരച്ചെടുക്കാൻ പോവുക. ഇതിൽ മഞ്ഞൾപ്പൊടി ചേർക്കേണ്ട ആവശ്യമില്ല, കാരണം ഇത് നമ്മൾ ഈ ഉപ്പും പുളിയും ഉടച്ചത് എന്ന് പറയുന്നത് ഒരു ചട്നി പോലെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കായ വേവിക്കുമ്പോൾ അതുകൊണ്ടാണ് മഞ്ഞൾപ്പൊടി ചേർക്കാത്തത്. കായ വേവിക്കുമ്പോഴും നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല, അരക്കണതിലും ഉപ്പ് ചേർത്തിട്ടില്ല. ഈ സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കുക. ഇനി നമ്മൾ ഇതിൽ എക്സ്ട്രാ വെള്ളം ചേർക്കില്ല കേട്ടോ. ചേർക്കണം എന്നുണ്ടെങ്കിൽ തന്നെ തിളപ്പിച്ചാറിയ വെള്ളം എടുക്കുക, കാരണം ഇനി ഈ അരപ്പോ അല്ലെങ്കിൽ അരച്ചതോ നമ്മൾ തിളപ്പിക്കണില്ല. അതുകൊണ്ട് തന്നെ നല്ല വെള്ളം ഉപയോഗിച്ചിട്ട് വേണം ഇനി ആവശ്യമുണ്ടെങ്കിൽ ചേർക്കാൻ. അപ്പോൾ കായയും കൂടി ചേർത്ത് അരച്ചിട്ടുള്ളതാണിത്. ആവശ്യമെങ്കിൽ വീണ്ടും ഉപ്പ് ചേർക്കണം കേട്ടോ. ഇനി ഇതാ വറുത്തിടുകയും കൂടി ചെയ്യുകയാണ്. കുറച്ച് വെളിച്ചെണ്ണയിൽ ഒരു തണ്ട് കറിവേപ്പില, ഒരു വറ്റൽമുളക്, കുറച്ച് കടുക്. ഇത്രയാണ് ഈ ഉപ്പും പുളിയും ഉടച്ചതെന്ന് പറയുന്നത്. ഇതിന് അത്യാവശ്യത്തിന് ഉപ്പും പുളിയും എരിവൊക്കെ ഉണ്ട്. പിന്നെ ഇതിന് നല്ല കൊഴുപ്പായിരിക്കും. നമുക്കറിയാമല്ലോ, ഈ കായ വെന്തതിന് ശേഷം അത് അരയ്ക്കുമ്പോൾ കൊഴുപ്പുള്ളൊരു ചട്നി ആയിരിക്കും. അപ്പോൾ ഒരു കാര്യം എന്താ വെച്ചാൽ നമുക്ക് തേങ്ങ അത്രയും കുറവ് ഉപയോഗിച്ചാൽ മതി. അതുമാത്രമല്ല, ഇത് ഒന്നിരുന്ന് കഴിഞ്ഞാൽ ഒന്നും കൂടി സ്വാദ് കൂടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ കായ ഇങ്ങനെ അരയ്ക്കണത് ഇഷ്ടമില്ലാത്തവർക്ക് നല്ലോണം ഒന്ന് മാഷ് ചെയ്തിട്ട് നമ്മുടെ എന്താ പറയുക കയ്യിലൊക്കെ വെച്ചിട്ട് ഒന്ന് കുത്തി ഉടച്ചിട്ട് കഷ്ണങ്ങൾ അങ്ങനെ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം. ഒറിജിനൽ റെസിപ്പി അരയ്ക്കണോണ്ട് മാത്രമാണ് ഞാൻ അരച്ച് കാണിച്ചത്. പിന്നെ ഇത് ഞാനൊരു തവണ ഈ ബസ്മതി റൈസ് നമ്മൾ വെറുതെ വെക്കുമല്ലോ, ചിലപ്പോൾ ഉച്ചയ്ക്ക് ഊണിന് പൊന്നിയരിയോ അല്ലെങ്കിൽ നമ്മുടെ പുഴുങ്ങലരിക്കൊക്കെ പകരം ബസ്മതി റൈസ് വയ്ക്കുമ്പോൾ അതിൻ്റെ കൂടെ ഇത് മാത്രം കൂട്ടി പുരട്ടി കഴിക്കാനായിട്ട് നല്ല സ്വാദാണ്. നമ്മൾ ഈ ചമ്മന്തിയൊക്കെ കൂട്ടി കഴിക്കണത് പോലെ, അല്ലെങ്കിൽ തൈരിൻ്റെ കൂടെയും ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. ഇതും പപ്പടവും. ഇതിൽ ഈ വറുത്തിടുന്നതിൻ്റെ കൂട്ടത്തിൽ കടുകും വറ്റൽമുളകും അതുപോലെ കറിവേപ്പില അല്ലാതെ ഒരു ചെറിയ പപ്പടം പൊട്ടിച്ച് അതും കൂടി കാച്ചി ഇടുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി സ്വാദ് കൂടും. അപ്പോൾ വളരെ പഴയ ഒരു വിഭവമാണ്. എല്ലാവരും ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അഭിപ്രായങ്ങൾ കമൻസിൽ അറിയിക്കൂ. പുതിയ വിഭവങ്ങളുമായിട്ട് വീണ്ടും കാണാം.